ആക്ച്വലി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ 2 ആഴ്ച കൊണ്ട് എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ. അന്ന് ഇവിടെ വരാനും കനക സാറിനെ കാണാനും പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കരുതണേ. ഏട്ടൻ പറഞ്ഞായിരുന്നു നല്ല പിള്ളേരുണ്ടോ ഇപ്പം? ആക്ച്വലി ആദ്യം തുടക്കത്തിൽ ഒരു 5-8 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നല്ല റെസ്പോൺസ് ആണ്. ഒരു 10-20 സ്റ്റുഡൻസ് ഒക്കെ ആയിട്ടുണ്ട്. 2 ആഴ്ച കൊണ്ട്. നീ വരും കുട്ടികളെ. ഇപ്പൊ അമ്മ ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിൽ തന്നെ കുട്ടികൾ വരുന്നോണ്ട് ഞാനിപ്പോ ഇതിന് വരുന്നില്ലല്ലോ. അമ്മ ഭയങ്കര സന്തോഷത്തിലാണ്. അല്ലെങ്കിൽ പിന്നെ രാവിലെ അമ്മേനെ ഇട്ടിട്ട് ഇറങ്ങണ്ടായിരുന്നു അല്ലേ? അതെ, ഇപ്പൊ അതിന് ഇതായി. ഒക്കെ ഒരു ദൈവഗുരുത്താണേ. സത്യം. ഇനി ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് 4 അക്ഷരം പകർന്നു കൊടുക്കണല്ലേ. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അപ്പൊ ഈ ഗുരുവിനെ ദൈവത്തെ പോലെ കാണുമ്പോ അതിൻ്റെതായ ഐശ്വര്യം ഉണ്ടാവും. ഏട്ടനെ ഇപ്പോഴും പഠിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞിരിക്കുക. അതന്നെ ഏട്ടനും ഇഷ്ടം. പിന്നെ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് എൻ്റെ മരുവനോടാ. എൻ്റെ മരുവനായതുകൊണ്ട് പറയണല്ല. സഹപ്രവർത്തകരുടെയും കൂട്ടുകാരുടെയും വിഷമം കണ്ട അവന് സഹിക്കില്ല. അല്ലെങ്കിൽ തന്നെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു ടീച്ചർ ഈ അവസ്ഥയിൽ ബാഗും തൂക്കിയിട്ട് വീട് വിടാൻ നടക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞത് കണ്ട. അതെ അതെ. ആ എൻ്റെ അതേ സ്വഭാവമാണ് അവനെ. മറ്റുള്ളവരുടെ വിഷമം കണ്ട അവന് സഹിക്കില്ല. അല്ലേ? കനക സാറിന്റെ ഇടപെടൽ തന്നെ ഇത്ര ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടന്നത്. അതെ അതെ. അതേ വന്നല്ലേ. അല്ലെങ്കിൽ 100 വയസ്സാവന്. കുറച്ചേരായി. ഓ ഞാൻ പെട്ടെന്ന് ലില്ലി വിളിച്ചപ്പോ ഞാൻ ഉള്ള സാധനം മേടിച്ച് നിങ്ങൾ ഇറങ്ങിയ എങ്ങനെ പോകുന്നു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ? നന്നായി പോകുന്നു. അതൊക്കെ ചോദിക്കേണ്ടത്. ആ മുഖത്തു നോക്കിയ സന്തോഷം കണ്ടറിഞ്ഞൂടെ? നമ്മള് സുധീർ മാഷിന്റെ കുട്ടി വരുന്നുണ്ടല്ലേ? അവരെ ആദ്യം ജോയിൻ ചെയ്തത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ നാട്ടുകാര് പാവങ്ങളാ. കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. ഈ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴാണ് ചാടി പുറപ്പെടുന്ന ഓരോന്നിന്. ഞാൻ സാറിന്റെ സാറേ നമ്മുടെ കുട്ടിൽ ആദ്യം വിടാന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു പിന്നെന്താ നല്ല കാര്യമല്ലേ. അങ്ങനെ സാറും പറഞ്ഞു വിട്ട് കുറെ പേരെ ഞങ്ങൾ 2 വീട്ടിലേക്ക് കയറി ഇറങ്ങി. നല്ല പിള്ളേരുണ്ടെന്ന്. ഏകദേശം 20 കുട്ടികളുണ്ട്. എന്തായാലും ടീച്ചർക്ക് വാക്ക് വന്നിട്ട് പോകുമ്പോഴും എനിക്ക് അത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത്രയും പേര് വരുമെന്നുള്ളത്. എന്നാലും ഒരു ശ്രമം അങ്ങ് നടത്തി. അതങ്ങ് വിജയിച്ചല്ലോ, സന്തോഷമായി. ചായ കുടിച്ചായിരുന്നോ? ചായ കുടിച്ചു. എന്തായാലും 2 പേര് അങ്ങോട്ട് ഇറങ്ങ്. ഞങ്ങൾ പിള്ളേരെ കൂട്ടിട്ട് അങ്ങോട്ട്. അമ്മ സുഖായിരിക്കുന്ന? സുഖായിരിക്കും. അമ്മ ഭയങ്കര ഹാപ്പിയാണ്. ആണല്ലേ? ഓ, ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഫുൾ ടൈം. ഇല്ല, ഞാനിപ്പോ ഇറങ്ങാറായി. കുറച്ചു നേരമായി വന്നിട്ട്. ശരി ശരി. ശരി ശരി.